ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നവ്യയും ജലജയും ഒളിഞ്ഞു നിന്ന് സംസാരിക്കുന്നത് ദേവയാനി എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക. എന്തായാലും അവൻ ഇനി തിരിച്ചു വരാൻ പാടില്ല. അതൊക്കെയാണ് മോളെ നമ്മുടെ സന്തോഷം. അനുഭവിക്കണം അമ്മേ, അനുഭവിക്കണം. അവർ നമ്മളോട് ചെയ്തതിനൊക്കെ അവർ ഡബിൾ മടങ്ങായിട്ട് അനുഭവിക്കും. എന്തൊക്കെയായിരുന്നു എന്നോടും എൻ്റെ അബിയോടും പിന്നെ അമ്മയോടും ഒക്കെ ചെയ്യുന്നത്? പുറമ്പോക്കായിട്ടല്ലേ നമ്മളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ നോക്കിക്കോ, ഇനി ആ ജ്വല്ലറിയിൽ അബിക്കും ഞാനൊരു ജോലി മേടിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ നോക്കും. എന്തായാലും ആ ജ്വല്ലറിയിൽ MD ഒന്ന് കാണാനിരിക്കുമല്ലേ. എന്നിട്ട് എൻ്റെ അബിക്ക് നല്ലൊരു ജോലി മേടിച്ചു കൊടുത്ത് ഈ വീട്ടിൽ ആദർശിനേക്കാളും മുകളിലെത്തിക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ നിൽക്കുക. ഈ സമയം ദേവേനെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ ജലജയും പിന്നെ അങ്ങോട്ട് പോവുകയാണ്. ജലജ റൂമിൽ പോയി അകത്തേക്ക് കയറുകയാണ്. റൂമിലേക്ക് കയറിയതും നമ്മുടെ ദേവയാനിയും പിന്നാലെ കയറി. അതിനുശേഷം ദേവയാനി കഥ കടിച്ച് കുറ്റിയിട്ടു. അത് കണ്ട ജലജ ഞെട്ടി. എന്തിനാ എടുത്തി കഥ കടിച്ച് കുറ്റിയിടുന്നേ, എന്താ കാര്യം എന്നും ചോദിക്കുകയാണ് നമ്മുടെ ജലജ. പറയാവടി, പറയാം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ജലജയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. എന്താടി, നിന്റെ കരണടിച്ച് പൊളിക്കാനാ ഞാൻ വന്നത്. ഇനി എന്നെ തൊട്ടാലുണ്ടല്ലോ, എന്നെ അടിച്ചാ നിങ്ങളെ ഞാൻ തിരിച്ചടിക്കും. വെറുതെ ആവശ്യമില്ലാതെ എന്നെ എന്തിനാ നിങ്ങൾ അടിച്ചുകൊണ്ട് കിടക്കുന്നേ? എടി, ഞാനും എൻ്റെ മോനും എൻ്റെ മരുമോളും ഈ വീട്ടിൽ ആർക്കും ഒരു ശല്യത്തിനും വരുന്നില്ല. ഞങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക. അതിനിടയിലേക്ക് നീ എന്തിനാടി കയറി വരുന്നത്? നീയും നിന്റെ മരുമോളും കൂടെ എൻ്റെ മോൻ ദുബായിൽ നിന്ന് തിരിച്ചു വരാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാടി എന്നൊക്കെ ചോദിക്കുക. അത് കേട്ടതും ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. മിണ്ടിപ്പോരുത്, മിണ്ടരുത്. നീ അങ്ങനെ പറഞ്ഞത് ഞാൻ എൻ്റെ 2 കാതും കൊണ്ട് കേട്ടതാടി. അതുകൊണ്ട് തന്നെയാ ഇപ്പൊ ഞാൻ നിന്റെ പിന്നാലെ വന്നത്. ഒരു കാര്യം ഞാൻ പറയാം, എന്തൊക്കെ സംഭവിച്ചാലും ശരി, എൻ്റെ മോനെയും മരുമോളെയും ഉപദ്രവിക്കാൻ നിൽക്കുന്ന നിന്നെ, അവരെ തമ്മിൽ തെറ്റിക്കാൻ നിൽക്കുന്ന നിന്നെ, അവർക്കൊരു സമാധാനം കൊടുക്കാൻ നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലായോടി എന്നും പറഞ്ഞുകൊണ്ട് ജലജയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചൊരു ഒറ്റ തള്ള്. അടുത്ത് ഇത് ഒരുപാടാവുന്നു, കൂടുതലായി ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട്. വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്താ ഞാൻ ചിലപ്പോ പരിസരം മറന്നു. നീ മറക്കടി, നീ എന്നെ തൊടില്ല. നീ എന്നെ തൊട്ടാലുണ്ടല്ലോ നീ വിവരം അറിയും ആനന്ദപുരിയിൽ നിന്നും. പിന്നെ നീ പുറത്താവും. എടി, നീയും നിന്റെ മോനും ഈ വീട്ടിലെ പുറമ്പോക്ക് തന്നെയാ. പിന്നെയും നിന്നെ ഇവിടെ വെച്ച് താമസിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആ നവ്യയെ ഓർത്തുകൊണ്ട് മാത്രം. അവൾ എത്രയൊക്കെ അഹങ്കാരം കാണിച്ചാലും അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ളൊരു ചിന്ത കൊണ്ട് മാത്രം അവളുടെ മുന്നിൽ നിന്റെ മോനും നീയും ഒക്കെ നല്ലവര്. ഞങ്ങളൊക്കെ കുറ്റക്കാരാണല്ലോ. അതിന് കാരണക്കാരൻ നിന്റെ മോൻ തന്നെയാടി. നിന്റെ മോൻ ചെയ്ത തെറ്റുകളെല്ലാം നീ മറന്നു പോകുക ജലജെ. നിന്റെ മോൻ ഈ വീട്ടിൽ ചെയ്തു കൊടുത്ത തെറ്റുകളെല്ലാം എല്ലാവരും ക്ഷമിക്കുന്നത് നവ്യയെക്കുറിച്ച് ഓർത്ത് മാത്രം. എൻ്റെ മോൻ തെറ്റ് ചെയ്തു, ഓക്കെ. എന്നാൽ നിങ്ങളുടെ മോൻ ചെയ്തത് വലിയ തെറ്റല്ലേ? എൻ്റെ മോനെ കൊണ്ടുപോയി ജയിലിലിട്ടു. എന്നാൽ അവൻ ജയിലിൽ കിടക്കുന്നതിനേക്കാളും മുന്നേ കിടക്കേണ്ടത് നിങ്ങളുടെ മോനായിരുന്നില്ലേ? എന്നിട്ട് അവനെ മാത്രം എന്താ ആരും ജയിലിലാക്കാത്തത്? അവൻ ഇത്ര വലിയ തെറ്റ് ചെയ്തു. ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു. ഒരു പെൺകുട്ടിയെ ചതിച്ച് അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്തു. അതൊക്കെ ഞാൻ എടുത്ത് പറഞ്ഞായിരുന്നോ എന്നും നമ്മുടെ ജലജ ചോദിക്കുക. എന്നാ പറയാടി, ഞാനൊരു സത്യം പറയാം. എന്താ ഞാൻ പറയാൻ പോകുന്നെന്ന് നീ കേട്ടോ, ചെവി തുറന്നോണ്ടല്ലേ കേട്ടോ. നിന്റെ മോനെ തെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നിന്റെ മോനെ ജയിലിലാക്കിയെന്ന് നീ പറയുന്നുണ്ടല്ലോ. എന്നാൽ എൻ്റെ മോൻ സത്യസന്ധനടി. ഒരു പെൺകുട്ടിയെയും അവനൊന്ന് നോക്കിയിട്ട് പോലുമില്ല. അവൻ വേദനിപ്പിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയെ നോക്കാറ് പോലുമില്ല. അങ്ങനെ അവൻ തെറ്റ് ചെയ്യത്തുമില്ല. ആ ഒരു വിശ്വാസവും ഉറപ്പും ഞങ്ങൾക്കൊക്കെയുണ്ട്. അത് തന്നെ സത്യമായി. എൻ്റെ മോൻ ഇവിടെ തെറ്റുകാരനല്ല. ചന്തുമോളെ കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് നിന്റെ മോൻ്റെ മുഖച്ചായയാണ് ഉള്ളത്. നിന്റെ മോൻ്റെയും ഒക്കെ മുഖച്ചായുള്ള ആ കുഞ്ഞ് എങ്ങനെയാണ് എൻ്റെ മോൻ്റെ കുഞ്ഞാവുന്നത്? അത് കേട്ടതും ജലജ കാന്നിരുന്ന് ചിരിക്കാൻ തുടങ്ങി. ചിരിക്കുന്നോ? ഞാനൊരു സത്യം പറഞ്ഞപ്പോൾ നീ കളിയാക്കി ചിരിക്കുന്നോ? അല്ലെങ്കിലും എനിക്കറിയായിരുന്നു അവസാനം ഈ കുറ്റം എൻ്റെ മോൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നിങ്ങളൊക്കെ കൂടെ ചുറ്റിക്കറങ്ങി ഇത് തന്നെ നടത്തുവളെന്ന് എനിക്കറിയാം. എൻ്റെ മോനല്ല അങ്ങനെ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നത്, നിന്റെ മോനാ. എന്നിട്ട് അതൊക്കെ എൻ്റെ മോൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നോ? നീ എന്താടി പറഞ്ഞത്? നീ ഒരു കാര്യം ഓർത്ത ജലജെ, എനിക്ക് നിന്നോട് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നിന്നെ പോലെ കള്ളം പറഞ്ഞ് ജീവിക്കുന്നവരും അല്ല ഞങ്ങള്. പിന്നെ ഇത്രയും നാളും വേണ്ട എന്ന് വെച്ചത് നവ്യയെക്കുറിച്ച് ഓർത്ത് മാത്രമാണ്. നവ്യയ്ക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം ഞങ്ങളെല്ലാം വിലക്കി നിന്നത്. പക്ഷേ നിന്റെ നാവില് നീ പറഞ്ഞു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും വിഷവാക്കായി വരുന്നത് കൊണ്ട്
നിന്നോട് ഈ കാര്യം പറഞ്ഞേ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ചും രണ്ടും കൽപ്പിച്ചും തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ദേ, എൻ്റെ നയനമോളും എൻ്റെ മോനും കൂടെ ഒരു കൊച്ചിനെ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, അതിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കുന്നുണ്ടല്ലോ. അത് ആദർശിന്റെ കുഞ്ഞല്ലടി, നിന്റെ മോൻ അബിയുടെ കുഞ്ഞാ, നിന്റെ മോൻ അബിയുടെ കുഞ്ഞ്. അതറിയാതെയാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അത് കേട്ടതും വീണ്ടും ജലജിരുന്ന് ചിരിക്കാൻ തുടങ്ങി. നീ എന്താടി ചിരിക്കുന്നേ? എനിക്കറിയാട്ടത്തെ അവസാനം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുവുള്ളെന്ന്. അതെന്നോട് അവൻ നേരത്തെ പറഞ്ഞായിരുന്നു. അത് നിന്നോട് അവൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? അത് സത്യമായതുകൊണ്ടാ. കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരും. കാരണം അവൻ ചെയ്ത തെറ്റ് എൻ്റെ മോൻ ആദർശ് ഏറ്റെടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഉറപ്പായിട്ടും അവൻ ഓരോരോ തെറ്റുകൾ വീണ്ടും വീണ്ടും ചെയ്യും. എടി, നീ ശ്രദ്ധിച്ചില്ലേ? ഞങ്ങൾ എന്തു പറഞ്ഞാലും അവനത് കേട്ടുകൊണ്ട് നിൽക്കുന്നത്. ഞാനോ നയനയോ ആദർശോ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അവനത് കേട്ട് മിണ്ടാതിരിക്കും. പിന്നെ നീയും നിന്റെ മരുമോളും കൂടെ ഞങ്ങളോട് തല്ലുപിടിക്കാൻ വന്ന അവൻ നിങ്ങളെ തടയും. എന്തുകൊണ്ടാന്ന് നിനക്ക് മനസ്സിലായോ? അതിൻ്റെയൊക്കെ അർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദേ, എങ്ങനെയെങ്കിലും ഈ സത്യങ്ങൾ നിങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതവന് പാടാണെന്നറിയാം. ദേ, ഒരു സത്യം ഞാൻ പറയാം, അവനാണ് തെറ്റുകാരൻ. അനഘയെന്ന് പറയുന്ന പെൺകുട്ടിയെ ചതിച്ച് അവളുടെ ജീവിതം തൊലച്ച് അവളിനൊരു കുഞ്ഞിനെ കൊടുത്ത് അവളെ ഉപേക്ഷിച്ച് അവളെ ഈ അവസ്ഥയിലാക്കിയത് നിന്റെ മോനാടി, നിന്റെ മോൻ. അതുകൊണ്ട് ദേ, എനിക്കിനി ഇതാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. തെളിവ് സഹിതം നിന്നെ കാണിച്ചു തരാനും എനിക്കറിയാം. ചന്തുമോള് നിന്റെ കൊച്ചുമോളാ. എന്നിട്ട് സ്വന്തം മോളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെയാ അവൻ നടക്കുന്നത്. അവനൊക്കെ ഈ പാപം എവിടെ ചെന്ന് വീട്ടുമെന്ന് അറിയാൻ പറ്റില്ല. നിന്റെ മോനെ ഇനിയും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളടി. നീ പറഞ്ഞല്ലോ ചന്തുമോള് ആദർശിന്റെ കുഞ്ഞാണ്, അവിയുടെ കുഞ്ഞല്ലാന്ന്. വിളിക്ക്, നീ ഇപ്പൊ തന്നെ അവനെ വിളിക്ക്. അവനോട് എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ചോദിക്ക്. ഇനി അവനല്ല എന്ന് പറഞ്ഞ പിന്നെ അവനും നീയും ഈ വീട്ടിന്റെ പടിക്ക് പുറത്തായിരിക്കും. ഇത് ഞാനാ പറയുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങ് പോവുക. ഈ സമയം ജലജയ്ക്ക് ടെൻഷനായി. പോയ ദേവേനെ എന്തൊന്നും അവിടെ നിന്നു. അത് കണ്ടതും ജലജ ഞെട്ടി. എന്ത് വേണം എന്നും ജലജയുടെ ചോദ്യം. നീ എന്നെ പറഞ്ഞല്ലോ ഞാൻ നിന്നെ തല്ലിയ, നീ എന്നെ തിരിച്ചു തല്ലുമെന്ന്. എന്നാ തല്ലടി, എടി തല്ലടി. തോടില്ല നീ എന്നെ തൊട്ടാലുണ്ടല്ലോ വിവരം അറിയുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ജലജയെ കട്ടിലേക്ക് തള്ളിയിട്ട് കരണടിച്ച് കുളിക്കുകയാണ് നമ്മുടെ ദേവയാനി. എന്നിട്ട് അവിടെ വന്ന് പോവുക. ഈ സമയം ജലജ ആകെ ടെൻഷൻ അടിച്ച് മുകളിൽ നിന്നും താഴേക്ക് നോക്കി നിൽക്കുക. അപ്പോഴേക്കും അബി എത്തി. കാറിൽ അബി എത്തിയതും അബി ഇങ്ങനെ ഇത് വരും അകത്ത് ഹോളിൽ കൂടെ. ഈ സമയം നമ്മുടെ ദേവയാനി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓ, നീ വന്നോ? വാ. ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ അടക്കി ഒതുക്കി പിടിച്ച് നിന്നതാ. പക്ഷെ നിന്റെ അമ്മയുടെ നാവുണ്ടല്ലോ, അത് ശരിയല്ലാത്തതുകൊണ്ട് പല സത്യങ്ങളും തുറന്നു പറയേണ്ടി വന്നു. ഇനി നീ ഞങ്ങളുടെ മുൻപിൽ കൂടുതൽ പിടിച്ചു നിൽക്കേണ്ടി വരും. അതുപോലെ നിന്റെ അമ്മയും ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഈ പടിക്ക് പുറത്തായിരിക്കും. എന്താ അമ്മായി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഈ വീട്ടിൽ പ്രശ്നം മാത്രമല്ലേ ഉണ്ടാവൂ. അതുകൊണ്ട് എന്തായാലും ഞാനായിട്ടൊന്നും പറയുന്നില്ല. ചെല്ല്, നീ എൻ്റെ റൂമിലേക്ക് ചെല്ല്. എന്നിട്ട് നിന്റെ അമ്മയോട് ചോദിക്ക് എന്താ പറ്റിയെന്ന്, എന്താ പ്രശ്നമെന്ന് പറഞ്ഞു തരും നിന്റെ അമ്മ. അത് കേട്ടതും അമ്മായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. പല കാര്യങ്ങളും പറയണ്ടെന്ന് മനസ്സിലടക്കി വെച്ച് നടന്നതാ. പക്ഷെ എല്ലാരും കൂടെ പറയിപ്പിച്ച് അടങ്ങുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അനുഭവിക്കും, അതാണ് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നമ്മുടെ ജലജ ഇങ്ങനെ ദേവയാനി ഇങ്ങനെ നിൽക്കുക. ഈ സമയം അബി ടെൻഷൻ അടിച്ച് മുകളിലേക്ക് ചെല്ലുക. മുകളിൽ ചെന്നതും അവിടെ ജലജ ദേഷ്യപ്പെട്ടിരിക്കുക. എന്താ അമ്മേ, എന്തു പറ്റി? നീ അകത്തേക്ക് വാ. അത് കേട്ടതും അബി അകത്തേക്ക് കയറി ചെന്നു. അപ്പോഴത്തേക്കും ജലജ പോയി വാതിലടച്ച് കുറ്റിയിട്ടു. അതിനുശേഷം നമ്മുടെ അബി ചോദിക്കുക, എന്താ അമ്മേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അബിയുടെ കഴുത്തിന് ജലജ കുത്തിപ്പിടിച്ചു. അതിനുശേഷം പ്രശ്നം ഉണ്ടായോന്നാ? അതും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നിന്നെ ഞാൻ കൊല്ലുവടാ എന്നും പറഞ്ഞുകൊണ്ട് അബിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുവരിൽ ചാരി നിർത്തുക. അമ്മയ്ക്ക് എന്താ ഭ്രാന്തായോ? നിനക്ക് വേദനിക്കുന്നുണ്ടല്ലേ? നിനക്ക് ടെൻഷൻ ആവുന്നുണ്ടല്ലേ? ഇതുപോലെയാ ദേവയാനി എന്നെ പിടിച്ച് തള്ളിയത്. അവൾ എൻ്റെ കരണത്തടിച്ചത്. അവൾ എന്തിനാ എന്നെ തല്ലിയെന്നറിയാമോ? ഞാനും നവ്യയും കൂടെ സംസാരിക്കുന്നത് അവൾ കേട്ടുന്ന്. ഞാൻ പറഞ്ഞതല്ലേ അമ്മ അവരുടെ മെക്കിട്ടൊന്നും കയറി പോകരുതെന്ന്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറി എന്ന് സംസാരിച്ചോണ്ടെന്ന്. ഞാൻ അങ്ങനെയാടാ സംസാരിച്ചത്. പക്ഷെ അവള് കൈയും കാതും കോർത്തുകൊണ്ട് നടക്കുക, ഞങ്ങൾ എന്താ പറയുന്നതെന്ന് അറിയാനായിട്ട്. അങ്ങനെ കേട്ടതാ. പിന്നെ അവൾ ഇവിടെ ചെയ്തു കൂട്ടിയതൊന്നും നീ കണ്ടില്ലല്ലോ. അത് കണ്ടിരുന്നെങ്കിൽ നീ തന്നെ ഇപ്പോൾ അവരെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടാനായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്താലും അവരെ തന്നെ നമുക്ക് ഓടിച്ചു വിടാൻ പറ്റില്ലല്ലോ. എന്നാലും ഞാനൊരു സത്യം പറയാം. ആരാടാ ചന്തുമോള്?
ആരാ ചന്തുമോള്? അത് കേട്ടതും എന്താ അമ്മ ഇത്? എന്തിനാ ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചോദിക്കുന്നേ? ആവശ്യമില്ലാത്ത കാര്യമോ? ആവശ്യമുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. സത്യം പറ, ചന്തുമോൾ ആരാടാ? എനിക്കറിയണം. ആരാണ് ചന്തുമോളെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. പറയടാ, ആരാ ചന്തുമോൾ ആരാന്ന് അമ്മയ്ക്ക് അറിയില്ലേ എന്നും അബിയുടെ ചോദ്യം കേട്ട് അബിയുടെ കാരണത്തിട്ട് ഒറ്റടി. എന്നിട്ട് കട്ടിലേക്ക് അബിയെ തള്ളിയിട്ടു. ഞാൻ അറിഞ്ഞടാ, എല്ലാ സത്യവും ഞാൻ അറിഞ്ഞു. ഇനി നിന്റെ വായിൽ നിന്നും കൂടെ എനിക്ക് കേൾക്കണം. അതിനു വേണ്ടി തന്നെയാണ് ഇത്രയും നേരം ഞാനിവിടെ പിടിച്ചു നിന്നത്. പറയടാ, സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് കൊല്ലും. അമ്മേ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ശേ, ഒരബദ്ധമാണോടാ നിനക്ക് പറ്റിയത്? എത്ര അബദ്ധമാണോ നീ കാണിച്ചിട്ടുള്ളത്? എന്നിട്ടും ഒരു കുഞ്ഞിനെ ആ പെൺകൊച്ചിന് കൊടുക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? അത് കേട്ടതും നമ്മുടെ അബി പറ്റിപ്പോയമ്മേ, പ്രത്യേക ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാ. അതിനുശേഷം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അവള് ഇവിടെ നിന്നും ഗൾഫിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായെന്നറിയില്ല, പിന്നീട് അവൾക്കൊരു മാരകമായ അസുഖം വന്നു. ആ അസുഖം വന്നപ്പോഴാണ് അവൾ കുഞ്ഞിനെ വെച്ച് കളിക്കാൻ തുടങ്ങിയത്. അവൾ മരിച്ചുപോയ ആ കുഞ്ഞിനെ നോക്കാൻ ആരും ഇല്ലല്ലോ എന്നും പറഞ്ഞ അവൾ ഈ കളി തുടങ്ങിയത് തന്നെ. പിന്നീട് അവൾ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതാ. എന്നാ മരിച്ചവള് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നമ്മേ. അവളെ കൊല്ലുക വരെ ചെയ്തതാ. പക്ഷെ ഒരു രക്ഷയുണ്ടായില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എല്ലാം കൊണ്ടും അവളുടെ മുൻപിൽ, ആ ദേവയാനിയുടെ മുൻപിൽ നമ്മൾ രണ്ടുപേരും അനുസരിച്ച് അടിമയെ പോലെ നിൽക്കേണ്ടി വരുമല്ലോടാ. നീ ഒറ്റൊരുത്തം കാരണമാണ് എൻ്റെ എല്ലാ ജീവിതവും തകർന്നു പോകുന്നത്. നീ കാരണോ പലരുടെയും മുന്നിൽ ഞാൻ തോറ്റു പോകുന്നത്. നീ ഒറ്റൊരുത്തം കാരണം. നിന്നെ ജീവന് തുല്യം സ്നേഹിച്ചിട്ടും നീ ചെയ്തു കൂട്ടുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. എന്തായാലും എനിക്ക് നല്ല സങ്കടം ഉണ്ടാവേ. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ആരെയും ഇങ്ങനെയൊന്നും ചെയ്യരുത്. നിന്റെ അമ്മയാ ഞാൻ. എന്നിട്ടും മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ നീയായിട്ട് എനിക്ക് ഉണ്ടാക്കി തരുക. അമ്മേ, സോറി അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ. ഇപ്പം ഞാൻ അങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ അടങ്ങി ഒതുങ്ങിയ ജീവിക്കുന്നത്. ഇപ്പം അടങ്ങി ഒതുങ്ങി ജീവിച്ചിട്ട് എന്താടാ കാര്യം? എന്തായാലും പോകാനുള്ളതൊക്കെ കയ്യിൽ നിന്ന് പോയി. നല്ല ഇതും പോയി. ഇപ്പം നമ്മൾ ഈ വീട്ടിൽ നിൽക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നവ്യ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വീട്ടിലിപ്പം നിലനിൽപ്പ്. നവ്യ എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾക്കിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നതന്നെയായിരുന്നു. അതോർത്ത് നവ്യയെ സ്നേഹിച്ചു കൂടെ നിന്നോ? അമ്മ പേടിക്കണ്ടമ്മേ. നമ്മളെ തകർക്കാൻ നോക്കുന്നവരെയൊക്കെ തകർത്തുകൊണ്ട് നല്ലൊരു വാർത്ത ഇനി വരും ഗൾഫിൽ നിന്നും. അമ്മ സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി ജലജയെ ആശ്വസിപ്പിക്കുക. അപ്പോൾ ജലജ കട്ടിലിരുന്ന് പോയി, എല്ലാം പോയി. എനിക്ക് തല ചായ്ക്കാൻ ഒരു ഇടം വേണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ കടിച്ചു തൂങ്ങുന്നത്. ഇല്ലായിരുന്നെങ്കിൽ എന്നെ ഈ വീട് വിട്ടിറങ്ങിയെന്നെ എന്നും ആലോചിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും പുറത്തുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന ആദർശിൻ്റെ 2 സ്റ്റാഫുകളെയാണ്. അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ, ഈ വിവരം മൂർത്തി സാറിനെ അറിയിക്കണ്ടേ? അതെങ്ങനെ അറിയിക്കും? മൂർത്തി സാറിന് അത്യാവശ്യം അസുഖമൊക്കെ ഉള്ളതാ. മൂർത്തി സാറിനോട് പറഞ്ഞാൽ ചിലപ്പോൾ വല്ല അസുഖം വന്നാൽ നമുക്ക് പണിയാവും. എന്നാൽ പിന്നെ ജയൻ സാറിനോട് പറയാം. അതായിരിക്കും നല്ലത്. അവരാരെയും വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമാവും. ആദർശ് സാർ ഇപ്പോൾ കുടുങ്ങിയിരിക്കുക. എന്തായാലും ഈ വിവരം അവരോട് പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ അത് വേറെ പ്രശ്നമാവും. ആദർശ് സാറിന് നമ്മളെ സംശയം ഉണ്ടാവും. അങ്ങനെ അത് ശരിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും പെട്ടെന്ന് തന്നെ എല്ലാവരും അറിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഈ സമയം അബിക്കൊരു കോള് വരിക. ഹലോ അബി. സാർ, എന്തായാലും നിങ്ങൾ കേൾക്കാൻ കാത്തിരുന്ന ആ വാർത്തയാണ് പറയാൻ ഞാൻ വിളിച്ചത്. നിങ്ങളുടെ ശത്രു ആദർശ് ഇപ്പോൾ ഗൾഫിലെ ജയിലിലാണ്. അവനെ ഇനി പുറത്തിറക്കണമെങ്കിൽ ഏത് കൊമ്പത്തെ മൂർത്തി വിചാരിച്ചാലും നടക്കില്ല. അത് കേട്ടതും ആദർശ്, സത്യമാണ് ഞാൻ കേൾക്കുന്നേ. സത്യം കുറച്ച് കഴിയുമ്പോൾ വാർത്തയിലൊക്കെ വരും, അന്നേരം മനസ്സിലാവും എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ ഫോൺ കട്ട് ചെയ്യുക. അത് കേട്ടത് അബിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് വേണുവിനെയും നമ്മുടെ രേവതിയെയും പിന്നെ അനാമികയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യം നടന്നു. അവൻ ഇപ്പോൾ ജയിലിലായി. കിടക്കട്ടെ മോനെ, കിടക്കട്ടെ. ഒരുപാട് വേദനിപ്പിച്ചതാണ് എന്നെയൊക്കെ. എന്നിട്ട് അവരിപ്പോൾ സന്തോഷിച്ച് ജീവിക്കുമായിരുന്നു. എല്ലാ സന്തോഷവും കെട്ടടങ്ങട്ടെ. അവൻ്റെ കുഞ്ഞിനെയും വയറ്റി ചുമന്നുകൊണ്ട് നടക്കട്ടെ. നിങ്ങൾക്കറിയോ, ഇപ്പം എൻ്റെ അമ്മയും എൻ്റെ നവ്യൊക്കെ ആ വീടിൻ്റെ ഒരധികപ്പറ്റ. ആ വീട്ടിലിപ്പോൾ അവർക്കൊക്കെ ഒരു നിലനിൽപ്പില്ല. എന്നിട്ട് പോലും ഞങ്ങൾ അവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. അവിടെ നിന്ന് പോകാൻ വേറൊരു ഇടമില്ലാത്തതുകൊണ്ട് മാത്രമാണ്. പക്ഷെ എൻ്റെ നവ്യ ഇപ്പോൾ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ആ അഭിനയത്തിൽ നിന്നും കിട്ടുന്ന പൈസ കൊണ്ട് ഞങ്ങൾ നല്ലൊരു വീട് മേടിക്കും. എന്നിട്ട് അവിടേക്ക് താമസം മാറും. എന്നിട്ട് ആനന്ദപുരിക്കാരെ ചവിട്ടി തേക്കും. വേണം മോനെ, വേണം. അല്ല, ഈ ഗൾഫിൽ ആദർശിൻ്റെ ശത്രു ആരാ മോനെ? അതൊന്നും അങ്കിളിപ്പോൾ അറിയണ്ട. ഇപ്പോൾ നമ്മുടെ ശത്രു ജയിലിൽ പോയി. ഇനി അവൻ പുറലോകം കാണില്ല. കേരളത്തിലെ ജയിലല്ല ഗൾഫിലെ ജയിലെന്ന് മൂർത്തി സാറിന് മനസ്സിലാക്കി കൊടുക്കണം. അയാൾ അറിയണം. അയാളുടെ തലയെടുപ്പും അഹങ്കാരമൊന്നും ഗൾഫിൽ നടക്കില്ല എന്നും അയാളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം മോനെ.
അങ്കിള് പേടിക്കണ്ട, നോക്കിക്കോ ഇനി നടക്കാൻ പോകുന്നത് എന്തൊക്കെയാന്ന്. എന്നാ ശരി അങ്കിളെ എന്നും പറഞ്ഞുകൊണ്ട് അഭി പോവുക. അങ്ങനെ നമ്മുടെ ശത്രുക്കൾ ഓരോന്നോരോന്നായിട്ട് വീണുകൊണ്ടിരിക്കുകയാണല്ലോ മോളെ. നമ്മൾ വിചാരിച്ചതുപോലെ ആദർശ് മാത്രമല്ല ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. നന്ദു അവളുടെ കാല് ഒടിഞ്ഞില്ലേ, എങ്ങനെ ഒടിയാതിരിക്കും? അതുപോലെയല്ലേ വേണുവേട്ടാ ഞാൻ വഴിപാടും പൂജയൊക്കെ കഴിക്കുന്നത് എന്നും രേവതി അത് കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് അനാമിക. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ. ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.